ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ബിഗ് ബോസ് ഇവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത് അത്രമാത്രം വാല്യൂ ഉള്ളതുമായ ഒരു കാര്യം വന്ന് പറയണമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞതിന് ശേഷം ഒരു തർക്കം നടക്കുകയാണ്, ആര് പോകണം നൂറെ അതിലേയും പോകാൻ ഒട്ടും താല്പര്യപ്പെട്ടില്ല. അങ്ങനെ അനുമോളാണ് പോകാൻ പോകുന്നത്. അങ്ങനെ അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എൻ്റെ കൂടെ ഒരുപാട് പേര് നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും എനിക്ക് ലാലേട്ടൻ്റെ വായിന്ന് ഒരുപാട് വഴക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ പോകണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നെ വന്ന് ആശ്വസിപ്പിക്കുന്ന ആദിലയും നൂറയുമാണ്. അവരെന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഞാൻ ജിഷിൻ ചേട്ടനുമായിട്ട് പല വഴക്കുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിയിട്ട് ജിഷിൻ ചേട്ടൻ തന്നെ എന്നെ വന്ന് ആശ്വസിപ്പിക്കാറുണ്ടെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ അതിലൊക്കെ ഉപരി ഏറ്റവും മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തരുന്ന ഒരു മോട്ടിവേഷനാണ്. അതെനിക്ക് ഒരുപാട് ഇവിടെ നിൽക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പാനി ശരത്ത് അവിടെ നിന്ന് ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. അനുമോൾക്കൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ, സംസാരിക്കുന്നതൊന്നും കേൾക്കാത്ത രീതിയിൽ ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ നല്ല ധൈര്യത്തോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഞാൻ പറയുന്നത് വല്ല തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷം ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ എന്നെ തേടി പിടിച്ച് വന്ന് ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ ജിഷിൻ ചേട്ടനായിട്ടുള്ളൊരു ബോണ്ട് അത് എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്, അതൊരിക്കലും പോവാത്ത ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. ലാലേട്ടൻ ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും എന്നെ ഒരുപാട് വഴക്കൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ആദിലയും നൂറയും ഷൈത്യൊക്കെ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഡേയ്സ് മുന്നെയാണ് നെവിനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. എൻ്റെ ബെഡിലേക്ക് നെവിൻ വെള്ളം കോരി വയ്ക്കുന്നൊരു ഇഷ്യൂ. ആ സമയത്ത് എൻ്റെ ബെഡൊക്കെ ആകെ നനഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ആദിലയും നൂറയും ഒരു ബ്ലാങ്കറ്റും പില്ലോയൊക്കെ തന്നിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ തന്നെ ബെഡ് അത് വേറൊരു കംഫർട്ടായിരുന്നു. അപ്പം ഞാൻ ഒരു സോഫയുടെ ബാക്കിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഫേസൊന്നും ക്യാമറയ്ക്ക് കാണാൻ പറ്റില്ല, എൻ്റെ ബോഡി കാണാൻ പറ്റും. അത് വേറെ ആർക്കും അറിയില്ലായിരുന്നു, അതിലേക്ക് നൂറയ്ക്കും അറിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെ ആയപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അനീഷേട്ടൻ അതുവഴി പോയപ്പോൾ അനീഷേട്ടൻ്റെ ബ്ലാങ്കറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പില്ലോ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് ഒരുപാട് പേര് കൈയടിക്കുന്നുണ്ടായിരുന്നു, കളിയാക്കിയ രീതിയിൽ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അനുമോൾ നിർത്താൻ തുടങ്ങിയപ്പോൾ അനീഷ് വന്ന് കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.